ED സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമ്മൾ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനുള്ള എല്ലാ ആൾക്കാരും ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ആൻഡ് ആ കാഴ്ച കണ്ടവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷണമാണ് ഇതെന്നൊക്കെയാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആശയങ്ങളും ഐഡിയോളജികളും പ്രസ്ഥാനങ്ങളും അവസാനിച്ചിട്ടുണ്ടോ, അവസാന കാലങ്ങളിൽ ഒന്നുകിൽ അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവർക്കെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് വളരെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ്. അതിപ്പം രാജഭരണത്തിനെതിരെ ആണെങ്കിൽ പോലും ജനങ്ങൾ അത് കയ്യിലെടുത്തിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പം സിമിലർ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്നലെ കേരളത്തിൽ കണ്ടത് എന്നാണ് ആളുകളുടെ ഒരു പക്ഷം. ഇതിലേക്ക് കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഇന്നലെ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള പിണറായി വിജയൻ്റെതടക്കം ഇഷ്ടംപോലെ ഇടങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. EDയുടെ റെയ്ഡ് ഒരു നേതാവിൻ്റെ വീട്ടിൽ നടക്കുക എന്നൊക്കെ പറയുന്നത് ഇതാദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പ് മാത്യു കുഴൽനാടൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ ഷാജിയുടെ വീട്ടിൽ, ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് നേതാക്കളുടെ വീട്ടിൽ ഈ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നിട്ടുണ്ട്. പോട്ടെ, ഇവരെന്തിനും ഏതിനും കുറ്റം പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ, സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന മന്ത്രിമാരുടെ എത്രയോ പേരുടെ വീട്ടിൽ ഇതിനു മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ED റെയ്ഡ് നടക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുക പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതൊരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അക്രമമാണോ എന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ പോയി തല വെച്ചത് അതിഭീകരമായിട്ടുള്ളൊരു സ്ഥലത്തിലാണ് എന്ന് പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ഇനി ഇവരുടെ തന്നെ ഒരു ലീഡർ, മുതിർന്ന നേതാവ്, പോലീസുകാരോട് നിങ്ങൾ സീനൊന്നും ഉണ്ടാക്കരുത്, പ്രതികൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കോളും എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വീണ്ടും സഹതാപമാണ് തോന്നിയത്. എന്തിനാണ് ഇതിനൊക്കെ നിൽക്കേണ്ടുന്ന ഒരു ആവശ്യം ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നത്? ഇനി EDയെ പോലെയുള്ള സംവിധാനങ്ങൾ ആക്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, ഈ അണികൾ ഒരു ആവേശത്തിൻ്റെ ഒരു കാര്യം ചെയ്യും, പക്ഷേ കേസും കൂട്ടാൻ വരുന്ന സമയത്ത് അനുഭവിക്കാൻ ഒറ്റയ്ക്ക് സ്വന്തം വീടും വീട്ടുകാരും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ എല്ലാവരും ചിന്തിക്കണം. വോട്ട് എവർ, ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് വീടും കുടുംബവും ഒന്നും നോക്കാനായിട്ട് ആർക്കും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരാൻ പോകുന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേസുകൾ, ഇതിൽ തന്നെ ചില അക്രമങ്ങൾക്ക് നേരെ ചിലപ്പോഴൊക്കെ NIA പോലുള്ള സംവിധാനങ്ങൾ വരെ വന്നേക്കാം എന്നുള്ള ആളുകളുടെ കാൽക്കുലേഷൻസ് എല്ലാം ഒരു സൈഡിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചില തിയറിക്കാരുണ്ട്. ഈ തിയറിക്കാരെ കാണുമ്പോഴാണ് അതിനേക്കാട്ടിലും കോമഡി ആയിട്ട് തോന്നുക. അതായത് നഷ്ടപ്പെട്ട പിണറായി വിജയന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ഇമേജ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മോദിയും പിണറായി വിജയനും കൂടെ നടത്തിയിട്ടുള്ളൊരു നാടകമാണ് ഈ ED റെയ്ഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപവും കഷ്ടമൊക്കെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കാർക്കും ഈ കരിമണൽ കർത്ത അതുപോലെ തന്നെ മാസപ്പടി കേസിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, കോൺഗ്രസ് പരാതി കൊടുത്തിട്ടാണ് ഈ ഒരു കേസിൻ്റെ പിന്നാലെ പോയത് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പം അത് എല്ലാ ആൾക്കാരും അവനവൻ്റെ പാർട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡായിട്ട് പടച്ചു വിടുന്ന ഒരുപാട് നുണകളും ഈ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു വിറ്റ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ ഇതിനൊക്കെ പേരിൽ കേസ് കൊടുത്ത നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ വീട്ടിലോട്ട് മാർച്ച് നടത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നിങ്ങളെല്ലാവരും കൂടെ ആ വ്യക്തിക്കും ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യം. നമ്മൾ ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇമ്പൾസീവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്തടത്തും ആവശ്യമില്ലാത്തിടത്തും ഒക്കെ പോയി തല വെച്ച് ഒരുപാട് വ്യക്തികൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കും. എനിവേയ്സ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു സംഗതി കൂടെ ഇതിനകത്തുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരു നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിലനിന്ന് പോകണം എന്നാണെങ്കിൽ അതൊരിക്കലും ഒരു ഫോറിൻ ഐഡിയോളജി ആവരുത്. അങ്ങനെ ആയാൽ അതെങ്ങനെ പോയാലും ഒരു ദിവസം കഴിയുമ്പോൾ നശിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു നാഷണലിസ്റ്റിക് വ്യൂ ഉണ്ട്. ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് ഒരു സംവിധാനത്തിന് സാധിച്ചാൽ മാത്രമേ അതിനിവിടെ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഇത്തവണ അവർ പരാജയപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഭരണവിരുദ്ധ വികാരം മാത്രമൊന്നുമല്ല. ഈ ശബരിമല പോലുള്ള ഒരുപാട് കേസുകൾ, സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആരോപണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ വരുന്ന വലിയൊരു മെജോറിറ്റി ജനങ്ങളുടെ, അത് ആ പാർട്ടിയിലടക്കമുള്ള ആളുകളുടെ അവരുടെ വിശ്വാസത്തിനെയും അവരുടെ അവരുടെ കോൺഫിഡൻസിൻ്റെ ആധാരമായിട്ടുള്ള ഈശ്വരനിലൊക്കെ ഇവർ കൈവച്ചതും അതിനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചതും കൂടിയാണ്.
സോ ഇതാണ് നമ്മൾ പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ജനങ്ങളുടെ വിശ്വാസം, അവരുടെ കൾച്ചർ, അവരുടെ ജീവിത ശൈലികൾ, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു സംവിധാനത്തിന് അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാത്തിടത്തോളം അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്നിടത്തോളം, അതിനെതിരെ സംസാരിക്കുന്നിടത്തോളം ആ പ്രസ്ഥാനങ്ങളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും. ഇന്ത്യയുടെ തന്നെ കാര്യം നോക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. അവർ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്ന അവരെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. എന്നാൽ ഞങ്ങൾ കൾച്ചറിനെ മുറുകെ പിടിക്കുന്നവരാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്, നാഷണലിസ്റ്റിക് ആണ് എന്ന് കാണിക്കാൻ സാധിച്ച BJPക്ക് എല്ലാ സ്ഥലങ്ങളിലും മുന്നേറ്റം ഉണ്ടാവുന്നു. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, നിങ്ങൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക പാർട്ടി സംവിധാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ അലിഞ്ഞു ചേർന്ന് അവരുടെ ഒരു കൾച്ചറിലും കാര്യങ്ങളിലും അലിഞ്ഞു ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ചങ്കിലി ചൈനയും വേറെ രാജ്യങ്ങളും ക്യൂബയൊക്കെ ആയിട്ട് നടന്നാലൊന്നും ഇവിടെ ഇനി രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. പിന്നെ വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ ഈ ഒരു പ്രസ്ഥാനം വിപ്ലവം നടത്തിയിരുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും ഒരുപാട് തൊഴിലാളികൾക്കെതിരെ മുതലാളിത്തത്തിൻ്റെ ഭീകരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് സ്വന്തം നേതാക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുന്നത്. സോ അണികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അതേപോലെ തന്നെ നേതാക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇതല്ല ഇതിൻ്റെ ഒരു രീതി എന്നുള്ളൊരു കാര്യം. കൂട്ടത്തിൽ ഇവരുടെ തന്നെ മറ്റൊരു നേതാവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ആളുകൾ ഹിന്ദുക്കൾ കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള ഹിന്ദുത്വത്തിലോട്ടൊക്കെ പോകുന്നു എന്നൊരു കാഴ്ചയൊക്കെ. ഐ തിങ്ക് രാജേഷ് അദ്ദേഹമായിരുന്നു അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഈ ബാക്കിയുള്ള വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കില്ല, പാർട്ടിയിൽ തന്നെയുള്ള അണികളെ കുറിച്ചിട്ടായിരിക്കുമെന്നാണ് എനിക്ക് ഊഹിക്കാൻ സാധിക്കുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഐഡിയോളജികളിനെയൊക്കെ കുറച്ചൊന്ന് റീവാമ്പ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. എനിവേയ്സ്, EDയെ ആക്രമിച്ചതിൻ്റെ പേരിൽ വരാൻ പോകുന്ന നൂലാമാലകളും കുരുക്കുകളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ആ അക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അതിഭീകരമായിട്ട് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും.